സോ നമ്മുടെ കോർപ്പറേറ്റ് ഇവന്റ്സ് കൂടുതൽ എൻഗേജിങ് ആക്കാൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയി നടത്താൻ വേണ്ടിയുള്ള കുറച്ച് ടിപ്സ് പറയാം. ഒന്ന് മാക്സിമം ടെക് ഇനേബിൾഡ് ആക്കുക, കാരണം കോർപ്പറേറ്റ് ടൈപ്പ് ഓഫ് ഇവന്റ്സ് ആണല്ലോ. അപ്പോൾ പിന്നെ എല്ലാം കുറച്ചുകൂടെ ഡിസിപ്ലിൻഡ് ഒരു സ്ട്രീം ലൈൻഡ് രീതിയിൽ നടത്തുക. പിന്നെ ഇവൻ ദോ ഒരു ഇൻവൈറ്റ് ഉള്ള ഇവന്റ് ആണെങ്കിൽ പോലും എന്തെങ്കിലും RSVP ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ബൾക്കായിട്ട് ഇൻവൈറ്റ്സ് സെൻഡ് ചെയ്യുക. അത് എസ്പെഷ്യലി വാട്സപ്പിലൊക്കെ സെൻഡ് ചെയ്യുക. പിന്നെ ഫോളോ അപ്പ് റിമൈൻഡേഴ്സ്, അതായത് പ്രോപ്പറായിട്ട് റിമൈൻഡേഴ്സും എങ്ങനെ വരണം ഇതിൻ്റെയൊക്കെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുള്ളത് എൻഷുർ ചെയ്യുക. പിന്നെ വീഡിയോ കവറേജസ് അല്ലെങ്കിൽ ഫോട്ടോ കവറേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അത് ലൈവായിട്ട് ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടെക് ഇനേബിൾഡ് ടൂൾസ് യൂസ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ ഇവൻറ്റ്സിൻ്റെ ടൈമിംഗ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, കാരണം സീസൺ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ലൈക്ക് നമ്മൾ ടൈമിംഗ് അലൈൻ ചെയ്ത് നടത്താൻ നോക്കുക. പിന്നെ ഇതിൽ തന്നെ ചില ടൈപ്സ് ഓഫ് ഇവൻറ്റ്സിന് ഐസ് ബ്രേക്കേഴ്സ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ടീം റിക്രിയേഷനൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇതുപോലെ അതിനകത്ത് നടത്താൻ പറ്റും. പിന്നെ മിക്കവാറും ഇങ്ങനത്തെ ഇവൻറ്റ്സ് ഭയങ്കര ഫോർമലി ക്യൂറേറ്റഡ് ആയിരിക്കും. ഇതിൻ്റെ കൂടെ കുറച്ചൊരു ഇൻഫോർമൽ ടോൺ ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു നമ്മുടെ ഒരു ഇവൻ്റ് ആണെന്നുള്ളൊരു ഫീലർ കൊണ്ടുവരാൻ പറ്റും വരുന്ന പാർട്ടിസിപ്പൻസ്. പിന്നെ ഇങ്ങനത്തെ ഇവൻറ്റ്സിൽ പ്രോപ്പർ ഫീഡ്ബാക്ക് സിസ്റ്റംസ് ഇനേബിൾ ചെയ്യുക. പിന്നെ ഇത് കുറച്ചുകൂടെ KPIസും അല്ലെങ്കിൽ ഇതിനെ മെഷർ ചെയ്യാൻ പറ്റണം എപ്പോഴും ഇവൻറ്റ്സിന്, അതായത് എത്രത്തോളം ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ള സിസ്റ്റംസ് മെഷർ ചെയ്യാനുള്ള സിസ്റ്റംസും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് വല്ല സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ജനറേറ്റ് ചെയ്യേണ്ട ഇവൻറ്റ്സ് ആണെങ്കിൽ അതും കൂടെ ടെക് ഇനേബിൾഡ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് ആഡ് ഓൺസും കാര്യങ്ങളൊക്കെ വെച്ച്, ഇതല്ലാതെ ഇനിയും കുറേ ടിപ്സ് ഉണ്ടാവും, വെച്ച് നിങ്ങളെ കോർപ്പറേറ്റ് ഇവൻറ്റ്സിനെ ബെറ്റർ ആയിട്ട് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം.